യെസ്, ഇന്ന് നമ്മളെ ഡെസ്റ്റിനേഷൻ ടു ഒമാൻ. ട്രിപ്പല്ല, ഐ വിൽ ടെൽ യു സംതിങ്. നാട്ടിലായിരുന്നപ്പോൾ പണിയൊന്നും ഇല്ലാണ്ടൊരു ടൈമിൽ എനിക്ക് പിള്ളേരപ്പം ഇങ്ങനെ കറങ്ങാൻ പോയി. വല്ല വർക്ക് ഉണ്ടെങ്കിൽ വർക്കിന് പോയി. ഇന്നെല്ലാ പടത്തിനും FDFS പോവുക, വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ കളിക്കാൻ പോവുക, പിള്ളേരൊപ്പം ചാടിക്കാൻ പോവുക, കറങ്ങാൻ പോവുക. രാത്രി പയ്യനെ ടൈം എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് That's when Dad asked me, എന്താ ഇന്ദുജുളിന്റെ ഫ്യൂച്ചർ പ്ലാൻ? നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കോളി. ആ കാണാണ് ദുബായ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് ഒമാനിക്ക് പോണത് വിസ റിന്യൂ ചെയ്യാൻ, അല്ലാതെ ട്രിപ്പല്ല. ഇവിടെ കുറച്ച് ഏജൻസീസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവരോടൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അറേഞ്ച് ചെയ്യും. ഇവിടെ നിന്നിട്ട് തന്നെ റിന്യൂ ചെയ്യണമെങ്കിൽ അറൗണ്ട് 1000 ദിർഹം വേണ്ടി വരും. പക്ഷെ അത് 1 മാസത്തേക്കുള്ളൂ. UAE നിന്നിട്ട് തന്നെ ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ 2 മാസത്തിന് ചെയ്യാം, UAE എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഒരു 1300 ചില്ലാൻ ദിർഹം ചിലവുണ്ട്. നാട്ടിലൊരു 30,000 32,000 രൂപ. അതാണ് സഫാരി. ദാറ്റ്സ് ലുലു. സഫാരി എത്തിയിട്ടുണ്ട്. അതാണ് ബസ് സ്റ്റോപ്പ് എന്നാണ് പറയണത്. ബട്ട് അറിയൂല, ആരെയും കാണുന്നില്ല. സഫാരി ഓപ്പൺ ആയിട്ടില്ല. സഫാരി 8 മണിക്ക് ഓപ്പൺ ആവും. 7:15 ആയിട്ടുണ്ട്. അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. അവരാണോ എന്നറിയില്ല, ചോദിച്ചോല്ല. നമുക്ക് വഴി തെറ്റി. ജസ്റ്റ് നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് പോയിരുന്നത്, ലുലുവിൻ്റെ അവിടെ. ഇവിടെ എൻട്രൻസ് 3 അവിടെ ഒരുപാട് ആൾക്കാരിക്കുന്നുണ്ട്. സോ അപ്പോൾ അത് തന്നെ ഞാൻ ഡ്രൈവറെ വിളിച്ച് ഒരു 3 മിനിറ്റിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞു. യെസ്, UAE എക്സിറ്റ് ചെയ്തു. UAE എക്സിറ്റ് പ്രിറ്റി സിമ്പിളാണ്. അവിടെ ബോർഡറിൽ വന്ന് അവിടെ വീഡിയോഗ്രാഫി എല്ലാം അവിടെ ആയിരുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ മനുഷ്യൻ വെറുതെ നിന്നിട്ട് സ്റ്റാമ്പ് അടിക്കുന്നു, വിടുന്നു, തിരിച്ച്. അത് കഴിഞ്ഞിട്ട് അതേപോലത്തെ ഒരു ഓഫീസ് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ എത്തും. എത്തുന്നത് ഒമാനിക്ക് എൻട്രി ആവണം. അങ്ങനെ ഒമാൻ്റെ വിസിറ്റ് വിസയിൽ ഒമാൻ എൻട്രി ആവണത് അടിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡ്രൈവർ ഒരു 10-15 മിനിറ്റ് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിർത്തിക്കണം. എല്ലാവരും അപ്പുറത്ത്, ഇതല്ല വണ്ടി, എല്ലാവരും അപ്പുറത്ത് ഫുഡ് കഴിക്കണോടത്ത് നിർത്തിക്കണം. ജാതി വെയിൽ, ഒരു രക്ഷയില്ല. അതാണ് ബസ്. ഇതാണ് സ്റ്റേ ചെയ്യാനുള്ള ബിൽഡിങ്. ഒരു 8-10 ബെഡൊക്കെ ചെറിയ റൂമിലുള്ള പരിപാടി. 200 ആൾക്കാരുണ്ട് ഇവിടെ. ചെറിയൊരു പണി കിട്ടി. ഇനി പോലെ നടക്കൂല, നാളെ നടക്കുള്ളൂ. ഇനി വിസ വന്ന് വരില്ല എന്നാണ് പറഞ്ഞാൽ നാളെ കാലത്ത് വരുള്ളൂ. എന്നാലും ഷാർജയിലെത്തുമ്പോൾ രാത്രി വൈകിട്ടാവും. കുമാരോടെ പോണം. അവിടെ ഇവിടുത്തെ ചുറ്റുപാടുള്ള ബിൽഡിങ് പരിപാടി ഒന്നും ഉണ്ട് ഫുള്ള്. അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട്. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലന്മാർ ഈ ബിരിയാണി എന്നും പറഞ്ഞ് ചിക്കൻ കറി ചോറിട്ട് കുഴച്ച് തരുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വരും. cold-blooded killers.
ഇതാണ് റൂമിൻ്റെ അവസ്ഥ. ഫാനിൻ്റെ ശരിയൊന്നും അടുക്ക. ഇന്നെന്തായാലും വൈകിട്ടാവും ബസ് വരണമെങ്കിൽ. വിസ വന്നിട്ടും കാര്യമില്ല, ബസ്സിൽ സ്ഥലം വേണം. ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ചായ കുടിക്കണം. സൂപ്പർ മാർക്കറ്റായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇത് അവിടെ നിന്ന് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം 2 പെനട്ടോൾ. നല്ലൊരു ലക്ഷ്യം ഉണ്ടായില്ല. പനി, ജലദോഷം, തലവേദന, ഛർദി, വളരെ രസമായിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ ഏകദേശം സെറ്റായി. മരുന്ന് കഴിക്കുക. എന്തായാലും വൈകിട്ടില്ല ബസ്. ഒരു 2 മണി വരെ കിടന്നുറങ്ങാം. 3 hours later. സമ്മർ വെയിൽ ഈസ് നോട്ട് എ ജോക്ക്. ഒരു രക്ഷയില്ല. ഇന്നലെ കൊണ്ടുവന്ന ബിരിയാണി തന്നെയാണ്, സെയിം സാധനം ഇന്ന് തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എങ്ങനെ കഴിക്കാൻ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അവിടെ ഒരു കടയിൽ സെയിം സാൻഡ്വിച്ച് കഴിക്കാൻ തന്നെ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് പോകാനുള്ളതായി. വൈകിട്ട് നമ്മളിലേക്ക് ഇറങ്ങുമല്ലേ, പിന്നെ വിഷയമില്ല. വെയിലൊരു രക്ഷയില്ല. ഉച്ചയ്ക്ക് 12 മണി. എക്സിറ്റ് ആയി വന്ന പോലെ തന്നെ പ്രിറ്റി മച്ച് സെയിം പ്രോസസ്. എക്സിറ്റ് ആവുക, കസ്റ്റംസ് ചെയ്യുക, അടുത്ത എൻട്രി അടിക്കുക. അപ്പോൾ എക്സിറ്റ് ആയവരാണ് കസ്റ്റംസ് നോക്കണം. UAE എൻട്രി. വരുന്ന വഴി ഫുഡ് അടിക്കാൻ സ്ഥലത്ത് നിർത്തിയാണ്. ഇതാണ് നമ്മളെ ഇന്നത്തെ ഡിന്നർ.